എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കല്യാണത്തിന് ഹൽദി ഉണ്ടായിരുന്നു. ആ ഹൽദിയുടെ കുറച്ച് വീഡിയോസ് ആട്ടോ ഇതിൽ ആഡ് ചെയ്യുന്നത്. 2 പാർട്ടായിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. അത്യാവശ്യം ലോങ് ആണ്, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോ ഇട്ട് പോവാം. ഓക്കെ, അപ്പൊ എല്ലാരും ഉഷാറായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നമ്മുടെ അഞ്ജന സത്യപാലൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാൻ കുറച്ച് കുറവായിരിക്കും. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കുഞ്ഞോളച്ചിയുടെ ഹൽദി ചടങ്ങിലേക്ക് എല്ലാവരെയും നമ്മുടെ ബ്രൈഡിന്റെ എൻട്രി ആണ് ഇനി. എല്ലാരും കഴിക്കോ? സ്റ്റേജിലേക്ക് എത്തിച്ചേരണം. എല്ലാവരും നിറഞ്ഞ കൈയടി കൊടുക്കുക. അടുത്തത് ഈ ഫാമിലി തന്നെയുള്ള ഒരു സുന്ദരൻ ചുണക്കുട്ടൻ, നമ്മുടെ ഇവിടുത്തെ കുട്ടികളുടെ ഗ്യാങ്ങിന്റെ തന്നെ മെയിൻ ലീഡറാണ് നമ്മുടെ കണ്ണചേട്ടൻ. അപ്പൊ നമ്മുടെ ബ്രൈഡിന്റെ ചേട്ടനായ കണ്ണചേട്ടൻ എത്തി. ഒരു കുഞ്ഞു ഫാമിലി ഫോട്ടോ എടുക്കും. ഞാൻ എടുക്കില്ല. രണ്ടുപേരും ഒന്നിച്ചു കൊടുക്കണം. കൈയടിക്കണം. ഇനി നമ്മുടെ ബ്രൈഡിന്റെ ചേട്ടൻ കണ്ണഞ്ചേട്ടന്റെ സ്നേഹം കണ്ണഞ്ചേട്ടൻ മധുരത്തിൽ കൂടെ കൊടുക്കും. അടുത്തത് ഇനി ഫോട്ടോയ്ക്ക് വേണ്ടി. ഓക്കെ, ഫോട്ടോഗ്രാഫേഴ്സ് ഒരു മിനിറ്റ് നമ്മുടെ ബ്രൈഡ് ലഡു ഇറക്കിക്കോട്ടെ. ഓക്കെ, ഇനി രണ്ടുപേരും ഒന്നിച്ചിരുമ്മ. ഓക്കെ, ഇനി കണ്ണഞ്ചേട്ടൻ പോയില്ലേ? കണ്ണഞ്ചേട്ടൻ ഒരു കുഞ്ഞും കൊടുക്കണം. ഫോട്ടോ കിട്ടിയില്ല. എന്തൊക്കെയാണ് സത്യമാണ് അതിനെ പറ്റി പറയാൻ? എനിക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ കല്യാണത്തിനെത്തിയ എല്ലാവർക്കും സന്തോഷം. പിന്നെ നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ തന്നെ അവള് തനിയെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു കല്യാണമാണ്. നമുക്കിത് ഗംഭീരമാക്കാം. സന്തോഷം ഒന്ന് നമുക്ക് വാക്കുകളിൽ കൂടെ പങ്കുവയ്ക്കാം. ഓൾറെഡി ഷീജ എനിക്കൊരു മോനുണ്ടായിരുന്നു, ഒരു മോനും കൂടി എത്താൻ പോവാണ്. എന്തെങ്കിലും ഒരു 2 വാക്ക്. എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കണമെന്ന് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. എനിക്ക് അത്ര പറയാം. ഓക്കെ, അടുത്തത് നമ്മുടെ പെണ്ണിന്റെ ആങ്ങളാക്കാണ്ട ചേട്ടൻ. ഒരു മിനിറ്റ് ഓർഡർ സ്റ്റേജിലേക്ക് നമ്മുടെ കണ്ണഞ്ചേട്ടൻ ക്ഷണിക്കുന്നു. കണ്ണഞ്ചേട്ടൻ ഒരു മിനിറ്റ് ഒരു അളിയനെ കിട്ടാൻ പോവാണ്. നമ്മുടെ കുഞ്ഞോളച്ചി ഒരു ഭാര്യയാവാൻ പോവാണ്. എന്താണ് കണ്ണഞ്ചേട്ടൻ അതിനെ പറ്റി പറയാനുള്ളത്? വളരെ നല്ല അഭിപ്രായം. എന്നാലും ഒരു 2 വാക്ക് ദീർഘിപ്പിച്ച് പറയും. കണ്ണഞ്ചേട്ടൻ ഒരു അളിയനാവാൻ പോവാണ്. കണ്ണഞ്ചേട്ടൻ വീട്ടിൽ കുറച്ചുകൂടെ സ്പേസ് സ്വന്തമായിട്ട് ലൈഫ് പുതിയൊരു വഴിത്തിരിയിലേക്ക് പോവാണ്. എന്താ പറയാനുള്ളത്? കൂടെ ഒരാളും കൂടെ കൂടാൻ പോവാണ്. എന്നാലും പറയൂ, വിഷയനുമായിട്ട് ഒരു പുതിയ ജീവിതമൊക്കെ സ്വപ്നം കണ്ട് റെഡി ആയിരിക്കുകയാണ്. 2 ദിവസം ഉള്ളു ഇനി. എന്താണ് മാറ്റമൊന്നും തോന്നുന്നില്ല. ഇവിടെ അടുത്ത് തന്നെ കെട്ടിച്ചുവിടുന്നോണ്ട് ഇവിടെ തന്നെ ഉണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് വരും, ഇടയ്ക്കിടയ്ക്ക് വരും. അതാണിപ്പോ ഇവരെല്ലാവരും സങ്കടം. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ബ്രൈഡ്സ് ടീമിനെ വിളിക്കാം. കാവു, അമ്മാളു, അസൽ എല്ലാരും വരൂ. അന്തു, അച്ചേട്ടൻ, ദേവു എല്ലാരും വാ. രഹന ചേച്ചി എല്ലാരും വാ. സാന്ദ്ര ചേച്ചി, ഐശു എല്ലാരും വരണം. 4 പേരുടെ കൂട്ടമുണ്ട്. അതിന്ന് ആദ്യം കിട്ടുന്ന ആളാണ്. അത് കാരണം ഞങ്ങൾക്ക് അതിന്റെ എക്സൈറ്റ്മെന്റ് ഉണ്ട്. കുഞ്ഞിന് എല്ലാ ആശംസകളും. ഹാപ്പി മാരീഡ് ലൈഫ്. ഓക്കെ, അടുത്ത ആളെ നോക്കാം. ഞങ്ങൾ +2 തൊട്ടുള്ള ഫ്രണ്ട്സാണ്. ഞങ്ങൾ 3 പേരും ഭയങ്കര ക്ലോസ് ആണ്. എപ്പോഴും കാണാറൊന്നുമില്ല, എന്നാലും ആ ഒരു കമ്പനി എപ്പോഴും ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ആദ്യമായിട്ട് വളരെ സന്തോഷമുണ്ട്. പിന്നെ കുഞ്ഞോളച്ചിനെ കൂടുതൽ മിസ് ചെയ്യും, അതെന്തായാലും ഉണ്ടാവും. പിന്നെ ഇതൊക്കെ ചെയ്ത് എല്ലാം അടിപൊളിയാക്കണമെന്നാണ് ഇത്. വരാൻ പോകുന്നത് മെയിൻ ആയിരിക്കണം എന്ന് അവള് തന്നെ നമ്മളോട് നിർബന്ധം പറഞ്ഞതാണ്. അപ്പൊ ഇഷാരയ്ക്ക് എന്താ പറയാനുള്ളത് കേൾക്കാം. പറയൂ. കരയണോന്ന്
പറഞ്ഞേക്കണം. ചേച്ചി കല്യാണം കഴിഞ്ഞ് പോകുമ്പോ കരയണം എന്നൊക്കെയായിരുന്നു എന്റെ ആഗ്രഹം. ചേച്ചി കരയോ? എന്താ സന്തോഷം. എന്താ പറയാനുള്ളത് കേൾക്കാം, പറയൂ. ഓക്കെ, നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? നമ്മുടെ കുഞ്ഞുളിച്ചി പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുക. സന്തോഷമുണ്ട്. കാരണം എനിക്ക് എന്റെ ചേച്ചിനെ പോലെ തന്നെയാണ് അഞ്ജൻ ചേച്ചി. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് വളർന്നവരാണ്. അപ്പൊ അതില് ഒരാളുടെയും കൂടെ കല്യാണം കഴിയാൻ പോവാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആൻഡ് അഡ്വാൻസ് ഹാപ്പി മാരീഡ് ലൈഫ്. ഓക്കെ, അപ്പൊ സാന്ദ്ര ചേച്ചി വരൂ, എന്താ പറയാനുള്ളത്? കൂടെ ഉണ്ടായിരുന്നത് ഇന്ന് ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളും കൂടി പോവാണ്. നമ്മുടെ മെമ്പേഴ്സ് പറയാ, ഒരു ഏജിലുണ്ടായിരുന്ന ഞങ്ങള് കുറച്ചുപേരെ ഉണ്ടായിരുന്നു. അതില് ഒട്ടുമിക്കവരുടെ കഴിയും ഞാനേ ഉള്ളൂ. ഹാപ്പി മാരീഡ് ലൈഫ്. ഓക്കെ ഐശു. ഓക്കെ ഐശു വരൂ, രണ്ടു വാക്ക്. പറയാനല്ല ചേച്ചി, ഹാപ്പി മാരീഡ് ലൈഫ്. ഞങ്ങൾ ഇതുപോലെ +2 കമ്പനി ആയത്. ഞങ്ങൾ 3 പേരായിരുന്നു. അപ്പോൾ അതിൽ ഞങ്ങളുടെ കൂട്ടത്തിലെ ഫസ്റ്റ് കല്യാണമാണ്. അതിന്റെ എക്സൈറ്റ്മെന്റ് ഒരു ഇതൊക്കെ ഉണ്ട്, ഒരു ആകാംക്ഷ ഉണ്ട് എന്താണ് നടക്കാൻ പോണേന്നുള്ളത്. അപ്പോൾ അത് ഒത്തിരി സന്തോഷം അവളിങ്ങനെ കാണുന്നതിൽ. വിഷ് യു വെരി ഹാപ്പി മാരീഡ് ലൈഫ്. ചിറ്റമ്മ, നമ്മുടെ കുഞ്ഞോളച്ചിക്ക് കുറച്ച് മധുരം കൊടുക്കണം. തീരുമാനിച്ച സമയം തൊട്ട് വെയിറ്റ് ചെയ്യണം ഒരു മൊമെന്റിന് വേണ്ടിയിട്ട്. ഹാപ്പി മാരീഡ് ലൈഫ്. കുഞ്ഞോളച്ചിയുടെ കസിൻസ് ഗ്യാങ്ങിനെ റെപ്രസെന്റ് ചെയ്ത് ദേവുവാണ് എത്തിയിരിക്കുന്നത്. പറയൂ. പ്രത്യേകിച്ചൊന്നും പറയാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. വർഷങ്ങളായിട്ട് എക്സൈറ്റഡ് ആണ് ഈ ഒരു മൊമെന്റിന് വേണ്ടിയിട്ട്. ഹാപ്പി മാരീഡ് ലൈഫ്. ഓക്കെ, അടുത്ത ആള് വരൂ. നമ്മള് 5th തൊട്ടിട്ടുള്ള ഫ്രണ്ട്സ് ആണ്. അപ്പൊ ഇങ്ങനെ കാണുമ്പോ ഭയങ്കര സന്തോഷമുണ്ട്. ഓക്കെ, അവരുടെ സ്നേഹം ഈ കണ്ടതിൽ നിന്ന് തന്നെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതായിട്ട് അവിടെ ഒരാൾ മാറി നിൽക്കുന്നുണ്ട്. ഓക്കെ, പറയൂ ചേട്ടാ, എന്താണ് നമ്മുടെ കുഞ്ഞോളച്ചി പോവാണ്? കുഞ്ഞിനെ സംബന്ധിച്ച് പറയാനാണെങ്കിൽ കുഞ്ഞു പോവാണെന്നല്ല, നമ്മുടെ കൂട്ടത്തിലോട്ട് ഒരാളും കൂടി വരുന്നു എന്നാണ് പറയേണ്ടത്. കാരണം വിഷ്ണു നമുക്ക് അത്ര നമ്മുടെ ഫാമിലി മെമ്പർ പോലെ തന്നെ നിൽക്കുന്ന, നമ്മുടെ കണ്ണനെ പോലെ തന്നെ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇവള് പോകുന്നു എന്നുള്ളൊരു സങ്കടം നമുക്കില്ല. ഒരാളെ കിട്ടുന്നതിൻ്റെ സന്തോഷമാണുള്ളത്. ഏറ്റവും കൂടുതൽ ഷിജാൻറ്റിക്ക് പറഞ്ഞാൽ ഷിജാൻറ്റിക്ക് ഒരു മോനെ കൂടി കിട്ടുകയാണ്, സത്യചേട്ടനാണെങ്കിലും. അപ്പോൾ അതിൻ്റെ സന്തോഷം നമുക്കുണ്ട്. ഹാപ്പി മാരീഡ് ലൈഫ് പറയണമെന്നില്ല, കാരണം അവൾ അടിപൊളിയായിട്ട് കൊണ്ടുപോകും എന്നറിയാം. അത്രയും മെച്ചുവേർഡായിട്ട് കാര്യങ്ങൾ എല്ലാ രീതിയിലാണെങ്കിലും, വീടിൻ്റെ പണി ഹൗസ് വാമിങ് വന്നപ്പോഴാണെങ്കിലും എല്ലാം അടിപൊളിയായിട്ട് അവൾ മെയിൻറ്റെയിൻ ചെയ്തു. കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. ഇപ്പോൾ അവളുടെ കല്യാണത്തിൻ്റെ കാര്യങ്ങൾ ഒട്ടുമിക്ക കാര്യങ്ങളും അവൾ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തു. ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചു. അപ്പോൾ അതുകൊണ്ട് കല്യാണം കഴിഞ്ഞാലും അവനെ പൊന്നുപോലെ നോക്കും, അതിനകത്ത് നമുക്കൊരു സംശയമില്ല. കുഞ്ഞോളച്ചി ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കുകയാണ്. നിനക്ക് എന്താ പറയാനുള്ള? എന്തോ കുറച്ച് ഉപദേശങ്ങളൊക്കെ കൊടുക്ക്. എനിക്കും വളരെയധികം സന്തോഷമുണ്ട്. കുഞ്ഞിന്റെ കല്യാണം അടിച്ചു പൊളിക്കണം ആഗ്രഹം. നല്ല രീതിയിൽ നടക്കും. ഹാപ്പി മാരീഡ് ലൈഫ്.